വേണമെങ്കിൽ ചെയ്യട്ടെ. ഞാൻ എന്റെ എഫേർട്ട് തന്നു. ഞാൻ കുഴപ്പമില്ല, അത് ബിഗ് ബോസിന്റെ ആൾക്കാർ തന്നെ ഡിസൈഡ് ചെയ്യട്ടെ. അവരുടെ ഷോ, അവരുടെ കളി, അവർ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ. ഞാൻ എന്റെ എഫേർട്ട് തന്നു. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അല്ല, അനുമോളുടെ ഈ ഒരു PR വർക്ക് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് ഈ വിഷയം? ഞാൻ ഫോണൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ഒരു ദിവസം എല്ലാവരുടെ ഇവിടെ നിന്ന് ഇരുന്നിട്ട് പയ്യെ എല്ലാവരോടും സംസാരിക്കാം കേട്ടോ ഈ കാര്യത്തില്. ടോപ്പ് 3 ആരൊക്കെ ഉണ്ടാവും? ഒരു ക്ലൂ ഇല്ല കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാവും ജയിക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പിന്നെ ഞാനേ ഇല്ല, അപ്പൊ എനിക്ക് അറിയില്ല. ചേട്ടാ താങ്ക് യു കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ താങ്ക് യു സോ മച്ച്. കുഴപ്പമില്ല, അത് ബിഗ് ബോസിന്റെ ആൾക്കാർ തന്നെ ഡിസൈഡ് ചെയ്യട്ടെ. അവരുടെ ഷോ, അവരുടെ കളി, അവർ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ. ഞാൻ എന്റെ എഫേർട്ട് തന്നു. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അല്ല, അനുമോളുടെ ഈ ഒരു PR വർക്ക് എത്രത്തോളം? ഹലോ ഗൈസ്, അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ എവിക്ഷൻ നടന്നു. ആരും പുറത്തായി. ടോപ്പ് 5 എത്തേണ്ട ഒരു 100% സാധ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്യൻ. പക്ഷെ പ്രേക്ഷകരുടെ വോട്ട് പ്രകാരം ഇന്നലെ ആരും പുറത്തായി. ബിഗ് ബോസിൻ്റെ ഈ ഗെയിമിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. എല്ലാ ടാസ്കിലും നല്ല ഗംഭീരമായി കാഴ്ചവെച്ച് നല്ല പോയിൻ്റ് നേടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഫൈനൽ ടിക്കറ്റ് ഫിനാലിൽ സെക്കൻഡ് സ്ഥാനാർത്ഥിയായിരുന്നു ആര്യൻ. ഇപ്പോൾ സപ്പോസ് ഇത് നൂറയ്ക്കിപ്പോൾ വോട്ട് കുറവാണെങ്കിൽ നൂറപ്പോൾ ഇപ്പോൾ ആര്യൻ്റെ സ്ഥാനത്ത് 100 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 100 ഗെയിം കളിച്ച് അത് ഫിനാലെ ടിക്കറ്റ് കരസ്ഥമാക്കിയിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കണത് എന്താണ്? ഇപ്പോൾ ഒരാൾക്ക് ഫസ്റ്റ് അത് പോയിൻ്റ് നിലവാരത്തിൽ ഒരാൾക്ക് കിട്ടി, ഒരാൾ കയറി. അപ്പോൾ അത് സെക്കൻഡ് പ്രൈസുള്ള വ്യക്തിയാണ് ഇപ്പോൾ ഇന്നലെ പുറത്തായിരിക്കുന്നത്. അപ്പോൾ അവിടെ ഗെയിം നന്നായിട്ട് കളിക്കണവരാണോ അത് തല്ലുകൂടുന്നവരാണോ അത് വ്യക്തികളെ താല്പര്യപ്രകാരമാണ് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നുള്ളൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ അനുമോൾക്ക് എന്ത് ഗെയിമാണ് കളിക്കണം? ഇപ്പോൾ ഇന്നലെ തന്നെ വെസൽ ക്ലീൻ ചെയ്യേണ്ട കാര്യം ലാലേട്ടൻ പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് അവിടെ ഫുഡ് ബാലൻസ് വന്നത് കണ്ടു. അത് വെച്ച് അവിടെ ഒരു ഗെയിം പ്ലേ ചെയ്തു അനുമോൾ. ഫുഡ് വേസ്റ്റ് ആക്കുകയാണ്, ഇതാണ്ട് അനുമോളെ ആ ഭാഗം ക്ലിയർ ആക്കി. മൊത്തത്തിൽ ആ ഒരു ടോപ്പിക്ക് തന്നെ അവിടെ മാറ്റി. അപ്പോൾ എല്ലാ കാര്യത്തിലും ലാലേട്ടൻ ചോദിക്കുകയാണ്, ചോദിച്ച ഇതിനുള്ള ഉത്തരം കിട്ടിയില്ല എന്നുള്ളത്. ഇപ്പോൾ ലാലേട്ടൻ നല്ല പറഞ്ഞത് ക്ലീൻ ചെയ്യാത്ത കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ അത് പോയി നോക്കാൻ പറഞ്ഞപ്പോൾ തലേ ദിവസത്തെ വെച്ച ഫുഡ് അപ്പോൾ ചോറ് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറഞ്ഞു. കറക്റ്റ് ടൈമിന് അത് കിട്ടി. അനുമോൾ അവിടെ ഒരു കണ്ടൻറ് ഉണ്ടാക്കി. അതാണ് പെൺബുദ്ധി അതിബുദ്ധി പറഞ്ഞ പോലെ കറക്റ്റ് ടൈമിന് അത് കിട്ടുകൊണ്ട് അനുമോൾ ആ ടോപ്പിക്ക് തന്നെ അവിടെ മാറ്റി. പക്ഷേ ഗെയിം പരമായി നോക്കുമ്പോൾ ആര്യൻ നല്ലൊരു പ്ലെയറാണ്. പക്ഷെ ആ എന്ത് കാര്യം പ്രേക്ഷകരുടെ വോട്ട് പ്രകാരം പുറത്തായി. ഇപ്പോൾ പോയിൻ്റ് നിലവാരത്തിലുള്ള ഫസ്റ്റും സെക്കൻഡ് ഏത് ടാസ്ക് ആയിട്ടോ ഫസ്റ്റും സെക്കൻഡും കിട്ടുന്ന വ്യക്തിക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള നോമിനേഷനിൽ വരാൻ സാധ്യതയില്ലാത്തൊരു ടാസ്ക് വെക്കണമായിരുന്നു. അതുകൊണ്ടല്ലേ ഇപ്പോൾ ടാസ്ക് കൊണ്ട് കാര്യമുള്ളൂ. ഇപ്പോൾ ഒരു ടാസ്ക് വെച്ച് അതിന് ഫസ്റ്റും സെക്കൻഡും പോയിൻ്റ് കിട്ടിയ വ്യക്തിനെ എന്ത് ചെയ്യാം, എവിക്ഷൻ പ്രക്രിയയിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സംവിധാനം കൊണ്ടുവരണമായിരുന്നു. അപ്പോഴല്ല ആ ടാസ്കിനൊരു വിലയുള്ളൂ. ഇതിപ്പോൾ ടാസ്ക് കളിച്ച് കഷ്ടപ്പെട്ട് ടാസ്ക് കളിച്ച് ജയിച്ച് അതിൽ 1-2 സ്ഥാനത്തിലെത്തിയിട്ട് എന്താ കാര്യം? പ്രേക്ഷകർ ഒരു ടാസ്കും കളിക്കപ്പോൾ സാബും ഒന്നും ചെയ്യില്ല പയ്യനൊന്നും. അവൻ എന്തൊക്കെ പറയണതിനൊരു ഇതില്ല. അവനിപ്പോൾ 4ാം സ്ഥാനത്ത് 5ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കണം. അപ്പോൾ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യും. ഓക്കെ, അത് എന്താ വെച്ചാൽ ഈ ഷോ ഇപ്പോൾ വെറുതെ ഏഷ്യനെറ്റ് ഒരു ഷോ വയ്ക്കണതന്നെ ഏഷ്യനെറ്റിന് ലാഭത്തിന് വേണ്ടിയാണ് ചെയ്യണത്, അല്ല ഇപ്പോൾ നാട്ടുകാരെ നന്നാക്കാനല്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഗെയിം വയ്ക്കുമ്പോൾ ഗെയിമിൻ്റെ ഇതിൽ ഏത് ടാസ്ക് വയ്ക്കുമ്പോൾ ഫസ്റ്റും സെക്കൻഡും ടാസ്കിനനുസരിച്ച് ആ വീക്കെൻഡിൽ അവർ വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോഴല്ലേ ഗെയിം ആവുള്ളൂ. അപ്പോഴല്ലേ എല്ലാവർക്കും ഗെയിം കളിക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. ഇതുവരെ ബിഗ് ബോസിന് ആ ഒരു ബുദ്ധി ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഒരു ടാസ്ക് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടാസ്കും വയ്ക്കുമ്പോൾ ആ ടാസ്കിൽ ഫസ്റ്റും സെക്കൻഡും കിട്ടുന്ന വ്യക്തിയെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ വെക്കണമായിരുന്നു.
അപ്പോഴല്ലേ എല്ലാവരും ഒരേപോലെ ഗെയിം കളിക്കുള്ളൂ. കാരണം ജയിച്ചാലുള്ളൂ നോമിനേഷനിൽ വരാതിരിക്കുക, അല്ലെങ്കിൽ നോമിനേഷനിൽ വരും. കാരണം ജയിച്ചവരെ നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ജയിക്കണം. ക്യാപ്റ്റൻ ആർക്കും ആണെങ്കിലും ആവും, ആര് പറഞ്ഞാലും ക്യാപ്റ്റനാകൊണ്ട് നോമിനേഷനിൽ വരാൻ പറ്റില്ല. അത് മാറ്റിയിട്ട് ഗെയിം കളിച്ച് ടാസ്ക് കളിച്ച് അതിൽ ഫസ്റ്റും സെക്കൻഡും വരുന്ന വ്യക്തിയെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇത് വെക്കണം, റൂൾസ് അവിടെ കൊണ്ടുവരണം. അപ്പോഴാ ഗെയിം ആവുള്ളൂ. ഇതിപ്പോൾ നല്ല ഗെയിം കളിച്ച് നല്ല റിസ്ക് എടുത്ത് എന്താ കാര്യം, പ്രേക്ഷകർ വോട്ട് ചെയ്തില്ലെങ്കിൽ പുറത്ത്, അതിൽ കാര്യമില്ല. ഇതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. നിങ്ങളെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിൽ രേഖപ്പെടുത്തും. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഇതാണ് എനിക്ക് പറയാനുള്ളത്.